കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാനിരിക്കെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരുമായി നടത്തുന്ന കൂടിക്കാഴ്ചകൾ വിവാദത്തിൽ. ബിജെപിക്കായുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന് UDF, LDF നേതാക്കൾ ആരോപിച്ചു. ഇടപെടണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കത്ത് നൽകി. പത്തനംതിട്ടയിലെ LDF, UDF സ്ഥാനാർത്ഥികളും സന്ദർശനത്തിനെതിരെ രംഗത്തെത്തി. അനിൽ ആന്റണിക്ക് വേണ്ടി സഭാ നേതാക്കന്മാരെ ഗവർണർമാർ ഭീഷണിപ്പെടുത്തുന്നതായി പത്തനംതിട്ടയിലെ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി കുറ്റപ്പെടുത്തിയതോടെയാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ കേരള സന്ദർശനത്തിലെ ദുരൂഹത കൂടുതൽ ചർച്ചയായത്. കുറെ ഗവർണർമാർ കുറേ ദിവസമായി ഇവരെ എല്ലാം വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. അനിൽ ആന്റണിക്ക് അവരുടെ കൺട്രോളിലുള്ള വോട്ടുകൾ കിട്ടിയിരിക്കണമെന്നാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ അത് ചെയ്ത് ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നാണത് പറയുന്നത്. സഭകളെ ഭയപ്പെടുത്തി കൂടെ നിർത്താനാണ് സക്സേനയുടെ നീക്കമെന്നായിരുന്നു LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ വിമർശനം. ഈ സക്സേന അയച്ചിരിക്കണം എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഭയപ്പെടുത്തി കൂടെ നിർത്താൻ പറ്റുമെന്നൊക്കെ കേരളത്തിലെ കുറിച്ച് ചിന്തിച്ചാൽ അവരുടെ വിവരദോഷമൊന്നല്ല. എന്താ പറയണേ? സീറോ മലബാർ സഭ അധ്യക്ഷൻ മാർ റാഫേൽ തട്ടിൽ, മുൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, ക്രിസ്തീയ ആത്മീയ കൂട്ടായ്മ നടത്തിപ്പുകാരൻ ബ്രദർ തങ്കു, ബിലീവേഴ്സ് ചർച്ച് അധികൃതർ എന്നിവരുമായാണ് VK സക്സേന ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയത്. ഓർത്തഡോക്സ് സഭ ആസ്ഥാനമായ കോട്ടയം ദേവലോകം അരവന സന്ദർശിക്കാനും പദ്ധതിയുണ്ടായിരുന്നെങ്കിലും കാതോലിക്ക ബാവ സ്ഥലത്തില്ലാത്തതിനാൽ നടന്നില്ല. ലഫ്റ്റനന്റ് ഗവർണർ സക്സേന ഇന്ന് തിരുവനന്തപുരത്തുണ്ട്. ലത്തീൻ രൂപതയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ലക്ഷ്യം. എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ചർച്ചകൾ വേണ്ടതില്ലെന്ന നിലപാടിലാണ് സഭാ നേതൃത്വം. അതേസമയം BJPക്ക് വേണ്ടി സഭകളുടെ പിന്തുണ തേടുകയാണ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ എന്ന ആരോപണം തള്ളുകയാണ് BJP. മീഡിയ 1 തിരുവനന്തപുരം.